കോളേജും കഴിഞ്ഞ് ടയർഡായി വീട്ടിലെത്തിയിട്ട് വന്ന ശേഷം സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന് എഡിറ്റിങ്ങും ബാക്കി എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാനായിട്ട് കിടന്ന ഒട്ടിക്കത്തെ ബാക്ക് പെയിനും ഒപ്പം ഉറക്കല്ലായ്മയും. എന്താണ് പ്രശ്നം എന്ന് നോക്കിയ സമയത്താണ് എൻ്റെ പഴയ ബെഡുണ്ടല്ലോ, കാലങ്ങളോളം പഴക്കമുള്ള എൻ്റെ പഴയ ബെഡാണ് മെയിൻ വില്ലൻ. പുതിയൊരു ബെഡിനായുള്ള തെരച്ചിലിനൊടുവിൽ ഞാൻ ചെന്ന് നിന്നത് വേക്ക് ഫിറ്റ് എന്നൊരു അടിപൊളി കമ്പനിയുടെ ഒരു അടിപൊളി മാട്രസിലാണ്. അഫോർഡബിൾ ആയുള്ള പ്രൈസാണെന്ന് കൂടെ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, ഒരെണ്ണം എടുത്തു. വേക്ക് ഫിറ്റിൻ്റെ ഈ ഒരു ചാക്കിൽ നിൽക്കുന്ന ഈവനാണ് നമ്മുടെ വേക്ക് ഫിറ്റിൻ്റെ ഷേപ്പ് സെൻസ് ഓർത്തോ മാട്രസ് എന്ന് പറയുന്നത്. ഒട്ടും സമയങ്ങളിൽ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരാളെ വലുപ്പമുള്ള ബെഡ് എങ്ങനെയാണ് ഈ കുഞ്ഞു ചാക്കിൽ കുത്തിത്തിരികെ വെച്ചിരിക്കണമെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. സോ അങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വാക്വം റോൾ പാക്കേജ്ഡ് ഫോമിലാണ് ഈ ഒരു ബെഡ് വെച്ചിരിക്കുന്നത്. വേക്ക് ഫിറ്റ് ഇങ്ങനൊരു ടെക്നോളജി ഈ ഒരു ബെഡിൻ്റെ സൈസിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്ററുള്ള കാര്യം കസ്റ്റമേഴ്സിന് തന്നെയാണ്. കാരണം ഷിപ്പിംഗ് ചാർജ് അങ്ങനെയും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. എൻ്റെ നല്ലൊരു ബെഡ് ഇങ്ങനെ കുത്തിത്തിരികെ വെച്ചാൽ കേടുവരില്ലേ എന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രശ്നമേ ഇല്ല. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്താൽ തന്നെ നേരെ അത് നോർമൽ ഫോമിലോട്ട് മാറും. ഞാനിപ്പോൾ ഈ ബെഡ് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ കിടന്നു കഴിഞ്ഞാൽ എണീക്കാൻ വരെ തോന്നില്ല, അത്രയും കംഫർട്ടായിട്ടാണ് നമുക്ക് ഉറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഈ ഒരു ബെഡിൽ വരുന്നത്. എന്താ പറയുക, നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് ആ ബെഡിലോട്ട് ഇങ്ങനെ ആഴ്ന്നു പോകും. അതിൻ്റെ അടിപൊളി എക്സ്പീരിയൻസാണ്. നിങ്ങൾ ഈ ബെഡ് വാങ്ങി 100 ദിവസം യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റും. മാത്രമല്ല ആ ഫണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ കൊടുത്ത ഫണ്ട് അത് അങ്ങനെ റീഫണ്ടും കിട്ടും. 15 കൊല്ലത്തെ വാറന്റിയാണ് ഈ ഒരു ബെഡിന് വരുന്നത്. മാത്രമല്ല നമ്മളൊരു വേക്ക് ഫിറ്റിന്റെ ബ്രാൻഡിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരുടെ കമ്പനിയിൽ നിന്നാണ് ഐറ്റം വരുന്നത്, നമ്മളെ ബെഡ് വരുന്നത്. അല്ലാതെ വേറെ മിഡിൽ മാൻ ഒന്നും ഇല്ലാത്ത പക്ഷം കമ്മീഷൻ നല്ല രീതിക്ക് അവിടെ പോകും. അതുകൊണ്ട് എന്താ, കുറഞ്ഞ ചെലവിൽ നല്ല ബെഡ് നമ്മളെ കയ്യിൽ കിട്ടും. വേക്ക് ഫിറ്റ് എന്ന ബ്രാൻഡിന് 2 മില്യൺ അടുത്ത് കസ്റ്റമേഴ്സ് ഓൾറെഡി തന്നെ ഉണ്ട്. മാത്രമല്ല 2.5 ലക്ഷത്തോളം റിവ്യൂവും കൂടാതെ 4.6 റേറ്റിൽ 5ൽ 4.6 റേറ്റിംഗ് ഓൾറെഡി തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്രാൻഡിന്റെ എത്ര നല്ല ബ്രാൻഡാണ് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ഉറക്കത്തിന് നല്ലൊരു കംഫർട്ട് കിട്ടാനായിട്ട് വേക്ക് ഫിറ്റ് എന്ന കമ്പനി 3 ലെയേഴ്സാണ് നമ്മുടെ ഈ ഒരു ഓർത്തോപെഡിക് ബെഡിന് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ഒരു ടോപ്പ് ലെയർ ഉണ്ടല്ലോ, ടോപ്പ് ലെയറിൽ 1.25 ഇഞ്ചിൻ്റെ ഷേപ്പ് സെൻസ് ഓർത്തോ മെമ്മറി ഫോമാണ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് ലെയറിൽ കൊടുത്തുള്ള ഓർത്തോ ഫോമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓവർ ഹീറ്റ് ആവില്ല. അതുപോലെ നമ്മുടെ മാട്രസ് ക്രാക്ക് ആവാണ്ടിരിക്കാൻ ബെറ്ററായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ടോപ്പ് ലെയറാണ്. മാട്രസിൻ്റെ മിഡിൽ ലെയറിലാണ് കൊടുത്തിരിക്കുന്നത് 2.75 ഇഞ്ചിൻ്റെ ഒരു സപ്പോർട്ട് ഫോമാണ്, റെസ്പോൺസീവ് സപ്പോർട്ട് ഫോമാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റ് കംപ്ലീറ്റ്ലി ഈ ഒരു മിഡിൽ ലെയറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓവറായിട്ട് ആഴ്ന്നിറങ്ങാതെ എന്നാലും പാറക്കല്ലും ഇരിക്കുന്ന പോലത്തെ ഫീൽ വരാണ്ടിരിക്കാനും ഈ ഒരു നടുലെ ലെയർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. മിഡിലിങ്ങനെ സിങ്കായി പോകുന്നതുകൊണ്ട് മൂവ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് മോശമായിട്ട് ഈ ഒരു ബെഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിടക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്ടിലോടും കൃത്യമായ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ബ്ലഡ് ഫ്ലോ നടക്കുന്നതുകൊണ്ട് നല്ലൊരു കംഫർട്ടായിരിക്കും ഉറങ്ങാൻ. നമ്മുടെ മാട്രസിൻ്റെ ഏറ്റവും അടിയത്തെ ലെയർ വരുന്നത് 1 to 6 ഇഞ്ചസിൻ്റെ ലെയറാണ്. മാത്രമല്ല ഹൈ ഡെൻസിറ്റി ബേസ് ഫോമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബേസ് ഫോം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ബെഡ് കുറേ കാലത്തോട്ട് ഈട് നിൽക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. ബെഡിൻ്റെ വലിപ്പം തയ്പ്പിക്കാൻ ആവശ്യമില്ലാതെ ചകിരി പോലുള്ള ഒരു കാര്യം വേസ്റ്റ് ഐറ്റംസ് ഒന്നും കുത്തിത്തിരികെ ഫില്ലേഴ്സായിട്ട് വെച്ചിട്ടില്ല. കംപ്ലീറ്റ്ലി 100% ഫോം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് പക്ക പുറത്താണ് ഈ ഒരു ബെഡ്. ഈ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഒരു ലെയർ ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈ എയറോടെക് നിറ്റ് എന്നൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രെത്തബിളാണ്. കിടക്കുന്ന സമയത്ത് വിയർക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരില്ല. മാത്രമല്ല അലർജി കാര്യങ്ങളൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈപ്പോ അലർജറ്റിക് ആയതുകൊണ്ട് ഒരു അലർജി ഇഷ്യൂസും ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യുന്നതുകൊണ്ട് വരില്ല. ഇതിന് സിപ്പ് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. നമ്മൾ ഓവർ പൊടിയും അതുപോലെ ചളിയൊക്കെ ആവുന്ന സമയത്ത് ഈ ഒരു ജസ്റ്റ് ആ സിപ്പ് ഊരിയ ശേഷം മെഷീനിലിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഈ ഒരു മുകളിൽ ഔട്ടർ ലെയറായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു ബെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, തിക്നെസ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു തിക്നെസ്. ബെഡിന്റെ തിക്നെസ് എത്ര എടുക്കണം എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഒരു 60 കിലോന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 ഇഞ്ചിന്റെ തിക്നെസ് മതി. അതല്ല 60ൽ കൂടുതലാണ്, 80ന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 ഇഞ്ച് തിക്നെസ്. അതല്ല നിങ്ങൾ 80ലും കൂടുതലാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ പാർട്ണർ 80ലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 8 ഇഞ്ച് മുതൽ 10 ഇഞ്ച് വരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലൊരു അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് ഉറങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വേക്ക് ഫിറ്റിൻ്റെ ഓർത്തോപെഡിക് മാട്രസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ വേക്ക് ഫിറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആമസോണിലും ഇതിൻ്റെ പർച്ചേസിങ് കിടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ട് കൊടുക്കാം. കൂടാതെ വേക്ക് ഫിറ്റിന് ഓഫ്ലൈൻ സ്റ്റോറുകളുണ്ട്.
ഇന്ത്യയിലുടനീളം 35 സിറ്റികളിലായിട്ട് 95ഓളം സ്റ്റോറുകൾ ഓൾറെഡി തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ടും ബെഡൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വാങ്ങാനായിട്ട് പറ്റുന്നതാണ്.